രുദ്രാംഗന നോവൽ തുടർച്ച അധ്യായം 7. രുദ്ര നിർദ്ദേശിച്ചതിനനുസരിച്ചാണ് അന്ന് മനയ്ക്കകത്തേക്ക് കടന്ന് ആ മുറിക്ക് മുന്നിലെത്തിയത്. വാതിൽ തുറക്കുന്നതിനുള്ള താക്കോൽ കണ്ടെത്തുന്നതിന് കൈവശമുള്ള കൂട്ടത്തിൽ നിന്നും ഓരോന്നായി പരതുകയായിരുന്നു. വിഷ്ണു, താക്കോൽ ആ കൂട്ടത്തിലുണ്ടാവില്ല. രുദ്രയുടെ ശബ്ദം. വിഷ്ണു ചുറ്റും നോക്കി. വിഷ്ണു, ഞാൻ ഇവിടെ തന്നെയുണ്ട്. പുകമറയിൽ നിന്നെന്ന് പോണം. രുദ്ര വാതിലിന് സമീപമെത്തി. അവൾ കൈവിരലുകൾ ആ വാതിലിനെ താക്കോൽ പഴുതിൽ സ്പർശിച്ച നിമിഷം ഒരു ഞരക്കത്തോടെ കതക് തുറന്നു. രുദ്ര വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് മുറിക്കകത്തേക്ക് കടന്നു. സമയം സന്ധ്യ കഴിഞ്ഞിരുന്നതിനാൽ ടോർച്ച് തെളിച്ചാണ് വിഷ്ണു ഇവിടെ എത്തിയത്. ഇപ്പോൾ ഇരുളടഞ്ഞു കിടക്കുന്ന മനക്കകത്ത് കയറാൻ തനിക്ക് യാതൊരു ഭയം തോന്നിയില്ലെന്നത് ഒരു കൗതുകമായി അയാൾ അറിഞ്ഞു. രുദ്രയാണ് തൻ്റെ മനഃശക്തി. മുറിക്കകത്ത് ആകെ ഇരുളായിരുന്നു. പക്ഷേ നിമിഷങ്ങൾക്കകം ഒരു പ്രത്യേകതരം പ്രകാശം അവിടെയാകെ നിറഞ്ഞു. അതിൽ മുറിയിലെ വസ്തുക്കളെല്ലാം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. 2 അലമാര, കസേരകൾ, മേശ എന്നിവയാണ് അവിടെ ഉണ്ടായിരുന്നത്. രുദ്രയുടെ നിർദ്ദേശപ്രകാരം വലതുവശത്തെ തറയിൽ കണ്ട ഒരു കൊളുത്ത് മേലേക്ക് പിടിച്ചുയർത്തി. ആ ഭാഗത്തെ ചതുരാകൃതിയിൽ ഒരു പലക തെന്നിമാറിയതോടെ താഴേക്കൊരു ചവിട്ടുപടി ദൃശ്യമായി. രുദ്രയോടൊപ്പം ആ പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ എത്തിയപ്പോൾ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു അവിടെ. കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ വിഷ്ണുവിന്? തൻ്റെ മാനസിക നില അറിഞ്ഞ് രുദ്ര പറഞ്ഞു. അതെ, ഇത് മറ്റാർക്കും ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞെന്നിരിക്കില്ല അല്ലേ? വിഷ്ണു തൻ്റെ സംശയം പറഞ്ഞു. ഇല്ല, ഈ അറ ആർക്കും കണ്ടെത്താൻ കഴിയില്ല. രുദ്ര തുടർന്നു. വലിയ തിരുമേനിയുടെ കാലത്ത് അഘോര മന്ത്രത്താൽ ബന്ധിക്കപ്പെട്ടതാണ് ഈ ഭാഗം. തൻ്റെ കാലശേഷം പപ്പൻ എന്ന പത്മനാഭൻ നമ്പൂതിരി എല്ലാം നശിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിക്രമിച്ച് ആരെങ്കിലും ഈ ഭാഗത്ത് കടക്കുകയാണെങ്കിൽ ഈ നദിയെല്ലാം അപ്രത്യക്ഷമാവുകയും കടന്നു വന്നവർക്ക് അപമൃത്യു സംഭവിക്കുകയും ചെയ്യും. പെടുന്നനെ വിഷ്ണുവിൽ ഒരു നടുക്കമുണ്ടായി. ആദ്യ ദിനങ്ങളിൽ താൻ ഇവിടെയെല്ലാം കയറി അന്വേഷണം തുടങ്ങിയത് അയാൾ ഓർമ്മിച്ചു. ഒരു ദിവസം താൻ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ രുദ്ര തന്നെ വിലക്കിയതും സ്മൃതിയിലെത്തി. എന്താ വിഷ്ണു ആലോചിക്കുന്നത്? ആദ്യം ഇവിടെ വന്നതിനെ പറ്റിയായിരിക്കുമല്ലേ? മറുപടിയൊന്നും പറയാതെ ചിരിക്കുക മാത്രം ചെയ്തു. രുദ്ര വിഷ്ണുവിനെ അകത്തേക്ക് നയിച്ചു. ചതുരാകൃതിയിൽ കൊത്തുപണികൾ നടത്തിയ 9 പെട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ മുറിയുടെ ഒരു വശത്തായി ഒരു വലിയ കാൽപ്പെട്ടിയും കണ്ടു. ഈ 9 പെട്ടികളിൽ വിവിധതരം രത്നങ്ങളും ആഭരണങ്ങളുമാണ്. അതെല്ലാം ഈ മനയിലെ അനന്തരാവകാശിക്ക് മാത്രമുള്ളതാണ്. വിഷ്ണുവിനെ അമ്പരപ്പാർന്ന മുഖത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ച് രുദ്ര തുടർന്നു. ഇത് തുറന്നു കാണിക്കാൻ ഇപ്പോൾ കഴിയില്ല. അത് കാണാൻ വിഷ്ണുവിന് സാധിക്കും, പക്ഷേ ഇപ്പോഴല്ല. ആ ഭാഗത്ത് കാണുന്ന കാൽപ്പെട്ടി വിഷ്ണു തുറക്കണം. വിഷ്ണുവിനെ പെട്ടിയുടെ അടുത്തേക്ക് നയിച്ച് രുദ്ര തുടർന്നു. ഇതിന് താക്കോലൊന്നും വേണ്ട. ഞാൻ തന്ന മോതിരം ധരിച്ചിരിക്കുന്ന വലതുകരം കൊണ്ട് അത് തുറക്കാം. രുദ്ര പറയുന്നതൊന്നും അക്ഷരം പ്രതി അനുസരിക്കുന്ന വിഷ്ണുവിനെ രണ്ടാമതൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. വിഷ്ണുദത്തൻ തൻ്റെ വലതുകൈ ഉപയോഗിച്ച് കൽപ്പെട്ടി തുറന്നു. ഇനി എന്ത് ചെയ്യണമെന്ന ഭാവത്തിൽ രുദ്രയുടെ മുഖത്തേക്ക് കണ്ണയച്ചു. രുദ്രയിൽ നിന്നും പ്രത്യേകിച്ച് മറുപടിയൊന്നും ലഭിക്കാതിരുന്നതിനാൽ വിഷ്ണു തന്നെ അതിനകത്ത് എന്താണെന്ന് വിശദമായി തിരിഞ്ഞു. കുറേ പട്ടുവസ്ത്രങ്ങൾ മാത്രമാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. അതെല്ലാം ഒരരികിലേക്ക് മാറ്റി നോക്കിയപ്പോൾ അതിനടിയിൽ തങ്ക അലക്കുകളോടെ ഒരു ചുവന്ന പട്ടുതുണിയിൽ എന്തോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് തുറന്നു നോക്കുമ്പോൾ ഏറെ പഴക്കം ചെന്ന താളിയോലകളും കടലാസുകളും കണ്ടു. വിഷ്ണു അതെല്ലാം എടുത്തോളൂ, എന്നിട്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാം വിശദമായി പരിശോധിക്കൂ. അത് കഴിഞ്ഞ് നമുക്കിതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. രുദ്ര അത്രയും പറഞ്ഞിട്ട് വിഷ്ണുവിനെ മുറിക്ക് പുറത്തേക്ക് നയിച്ചു. വിഷ്ണുവിനെല്ലാം ഒരു വിസ്മയം പോലെ തന്നെയാണ് തോന്നിയത്. ഈ ആധികാരിക രേഖകൾ തൻ്റെ കയ്യിൽ ലഭിച്ചതോടെ ഇനി അങ്ങോട്ട് ചെയ്തു തീർക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നായി വിഷ്ണുവിൻ്റെ ചിന്തയിലെത്തിയെങ്കിലും ഇനിയും ഏറെ അപൂർണതകൾ ബാക്കിയുണ്ട്. ഈ രേഖകൾ പരിശോധിക്കുന്നതോടെ അതിനെല്ലാം പരിഹാരമാവുമെന്ന് ഒരു ഉൾവിളി തോന്നി. വിഷ്ണു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതോടെ വാതിൽ താനെ അടഞ്ഞു. രുദ്രയും പിന്നെ അവിടെയെങ്ങും കണ്ടില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പകൽ സമയങ്ങളിൽ രുദ്രയുടെ സാന്നിധ്യം അധിക നേരം ഉണ്ടാവാറില്ലല്ലോ. മനയിൽ നിന്നും പുറത്തേക്കിറങ്ങി വാതിലടച്ച് കാവൽപ്പുരയുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടത് വേലു പരിസരമാകെ വൃത്തിയാക്കുന്നതാണ്. ഇപ്പോൾ അതും അയാൾ പതിവാക്കിയിരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്നത് വേലുവിന് ഇഷ്ടമല്ല. തന്നെ കണ്ടിട്ടും പ്രത്യേകിച്ചൊരു ഭാവമില്ലാതെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നോക്കി വെറുതെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് മുറിക്കകത്തേക്ക് കടന്ന് കൈവശം വരുന്ന രേഖകൾ ബാഗിനകത്തേക്ക് വെച്ചു.
4 മണി കഴിഞ്ഞു. വേലു ജോലിയൊക്കെ തീർത്ത് വരാന്തയിൽ പടിയിൽ തന്നെ ഇരുന്നു. അയാൾക്ക് എന്തോ പറയാനുണ്ടെന്ന് ഭാവത്തിൽ നിന്നും മനസ്സിലായി. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം മടക്കി വെച്ച് കസേര അല്പം മുന്നോട്ട് വലിച്ചിട്ട് വേലുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. വേലുവിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ചെറുതായൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. കാര്യമായ എന്തോ പറയാനുണ്ടെന്ന് ആ മുഖം വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അന്യനൊന്നും അല്ലല്ലോ. ചെറിയൊരു വിഷയമുണ്ട്. അത് വേലുവിന് പറയാനൊരു മടിയുള്ളതുപോലെ. എന്ത് വിഷയമാണ് വേലു? പറയ്, കേൾക്കട്ടെ. എനിക്ക് പരിഹരിക്കാനാവുന്നതാണെങ്കിൽ ശരിയാക്കാം. എന്തോ തൻ്റെ വാക്കുകൾ അയാൾക്ക് കുറച്ച് ധൈര്യം നൽകിയതുപോലെ. എനിക്ക് കുറച്ച് പൈസേൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് നിർത്തിയിട്ട് തൻ്റെ മുഖത്തേക്ക് നോക്കി. തൻ്റെ ഭാവത്തിൽ എന്തെങ്കിലും നീരസമുണ്ടോ എന്ന് ശ്രദ്ധിച്ചതായിരിക്കും. എത്ര രൂപ വേണം വേലുവിന്? തൻ്റെ അപ്രതീക്ഷിത ചോദ്യം അയാളുടെ മുഖത്ത് ഒരു പ്രസന്നത വരുത്തി. അധികമൊന്നും വേണ്ട, ഒരു 200 രൂപ കിട്ടിയായിരുന്നെങ്കിൽ. അതാണോ ഇത്ര വലിയ പ്രശ്നം? ഞാനിപ്പോൾ തന്നെ തരാം. വേലുവിൽ നിന്നും മറുപടിയൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ മുറിക്കകത്തേക്ക് കയറി രൂപ എടുത്തു വന്ന് അയാൾക്ക് കൊടുത്തു. സാറ് വലിയവനാ. ആ വൃദ്ധ നയനങ്ങൾ ജലാവൃതമാവുന്നത് മനസ്സിൽ ചെറിയൊരു തേങ്ങലുണ്ടാക്കി. പണത്തിൻ്റെ വില ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള വിഷ്ണുവിന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വേലുവിന് പോകണമെങ്കിൽ നേരത്തെ പോയിക്കോളൂ. അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് തുടർന്നു. ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഞാനെടുത്ത് കഴിച്ചോളാം. തൻ്റെ മറുപടിയിൽ അയാൾക്ക് ഏറെ സന്തോഷം തോന്നിക്കാണണം. കൃതജ്ഞാഭരിതമായ സന്തഹാസത്തോടെ അയാൾ പടിപ്പുര കടന്ന് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി പുറത്തേക്ക് പോയി. പടിപ്പുര തുറന്നു തന്നെ കടന്നിരുന്നു. സന്ധ്യയാവുമ്പോൾ അടച്ചാൽ മതിയല്ലോ എന്ന് കരുതി അകത്തേക്ക് തിരിഞ്ഞു. വിഷ്ണുവിൻ്റെ ഉള്ളിൽ ആ സമയം രുദ്ര നൽകിയ രേഖകളുടെ ചിത്രം മാത്രമായിരുന്നു. ബാഗിൽ നിന്നും താളിയോലകളും കടലാസും അടങ്ങിയ തുണിക്കെട്ട് പുറത്തെടുത്തു. തങ്ക കസവുകൾ പിടിപ്പിച്ച ചുവന്ന പട്ടുതുണി കെട്ട് തുറന്നപ്പോൾ തന്നെ പഴമയുടെ ഗന്ധം മൂക്കിലേക്ക് കയറിയതിൽ ആരുടെയോ ചുടുനിശ്വാസങ്ങൾ ഉൾക്കൊണ്ടിരുന്നത് പോലെ തോന്നി. ഇതുമായി വരാന്തയിലേക്ക് ഇറങ്ങുന്നത് ഉചിതമല്ലെന്ന് തോന്നിയതിനാൽ കട്ടിലിൽ തന്നെ ഇരുന്ന് ഓരോന്നായി നോക്കാൻ തീരുമാനിച്ച് നൂലുകൾ അഴിച്ചു. പെട്ടെന്ന് പുറത്തുനിന്നും വേലുവിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി വന്നു. സാറേ, ഒന്ന് വെക്കം വന്നേ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയതിനാൽ എല്ലാം മടക്കി ബാഗിൽ തന്നെ വെച്ച് പുറത്തേക്കിറങ്ങി. അധ്യായം 12. വിരയലോടെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് തിരിഞ്ഞു നോക്കി വേലു നിൽക്കുന്നു. എന്താ പ്രശ്നം? വേലു എന്തിനാ മടങ്ങി വന്നത്? മറുപടി പറയാൻ കഴിയാതെ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ ഉണ്ടായത്? വീണ്ടും ചോദിച്ചിട്ട് മറുപടി കാണാത്തതിനാൽ തുടർന്നു. ആരെയാണ് വേലു ഭയക്കുന്നത്? അമാര് വന്നിട്ടുണ്ട്, വാസുവും കൂട്ടരും. വേലുവിൻ്റെ അമ്പരപ്പ് കണ്ട് ചിരിയാണ് വന്നത് വിഷ്ണുവിന്. അതിനെന്തിനാണ് വേലു പേടിക്കുന്നത്? എന്നെ അമാര് കൊല്ലും, ദൈന്യതയോടെ വേലു പറഞ്ഞു. ഈ മനയിലേക്ക് വന്നേക്കില്ലെന്നാണ് എന്നോട് അവർ പറഞ്ഞയച്ചത്. അതൊന്നും സാരല്ല. വേലു വരാന്തയിലേക്ക് കയറിയിരുന്നു. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആശ്വാസത്തോടെ അയാൾ നോക്കുന്നത് കണ്ട് വിഷ്ണു പടിപ്പുരയിലേക്ക് നടന്നു. ഈ സമയം മനസ്സിലൊരു പ്രത്യേക ധൈര്യം കൈവന്നതുപോലെ അയാൾക്ക് തോന്നി. വലതു കൈവിരലിലെ മോതിരത്തിലെ തീജ്വാല അപ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. എന്തും നേരിടാനുള്ള കരുത്ത് ആ സമയം ഉള്ളിൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. പേടിച്ചരണ്ട വേലു വരാന്തയിൽ പതുങ്ങി. വിഷ്ണു പടിപ്പുരയിൽ എത്തിയപ്പോൾ തന്നെ ഒരു വഷളച്ചിരിയോടെ നിൽക്കുന്ന വാസുവിനെ കണ്ടു. പിന്നിൽ എന്തിനും തയ്യാറായി നിൽക്കുന്നത് പോലെ 2 ശിങ്കിടികളും. അലസമായി മടക്കിയെടുത്ത കൈലിമുണ്ടും കറുത്ത കരപിടിപ്പിച്ച ചുവന്ന അംഗവസ്ത്രവും കാണാവുന്ന തരത്തിൽ കുടുക്കുകൾ തുറന്നിട്ട അരക്കയ്യൻ മഞ്ഞക്കുപ്പായം. കഴുത്തിൽ രുദ്രാക്ഷം കെട്ടിയ കറുത്ത ചരട്. മടിക്കുത്തിൽ തെളിഞ്ഞു കാണുന്ന പിച്ചാത്തിയുടെ പിടി. ഇത്രയുമായാൽ വാസുവിൻ്റെ രൂപമായി. വിഷ്ണുവിൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടിട്ടായിരിക്കും വാസുവിൻ്റെ കണ്ണുകൾ കുറുകി ഭീഷണിപ്പെടുത്തും പോലെ ഒന്ന് മുരണ്ടു. വിഷ്ണുവിൻ്റെ നയനങ്ങൾ തീവ്രതയോടെ വാസുവിൻ്റെ കണ്ണുകളെ നേരിട്ടു. കൂസലനെ തന്നെ നേരിടുന്ന വിഷ്ണുവിൻ്റെ ധൈര്യം വാസുവിന് തൊല്ലു കുഴപ്പത്തിലാക്കി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ വേലു വരാന്തയിലെ തൂണിൻ്റെ മറവിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. വാസുവിൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ നാമ്പുകൾ മുളയ്ക്കുന്നത് അറിഞ്ഞ വിഷ്ണു തൻ്റെ വലതു കൈ ഉയർത്തി അയാളുടെ തോളിൽ സ്പർശിച്ചു. വാസുവിൻ്റെ നേത്രങ്ങളിൽ ഭീതിയുടെ നിഴൽ വിരിയുന്നത് ശ്രദ്ധിച്ച് വിഷ്ണു പറഞ്ഞു, എന്താ വാസു അവിടെ തന്നെ നിന്നത്? അകത്തേക്ക് വരൂ. വാസുവിൻ്റെ കണ്ണുകളിലെ ക്രൗര്യം കുറഞ്ഞു തുടങ്ങി. പിന്നിൽ നിന്ന കിങ്കരന്മാർ ഒന്നും മനസ്സിലാവാതെ പരസ്പരം മിഴിച്ചു നോക്കി. എന്താടാ, നിനക്കൊന്നും മനസ്സിലായില്ലേ? വിഷ്ണു അല്പം ഗൗരവത്തോടെ ചോദിക്കുന്നത് കേട്ട് വാസു നടങ്ങി. ഒപ്പം കൂടെയുള്ളവരും. വേലു സാവധാനം മറയിൽ നിന്നും പുറത്തേക്ക് വന്നു.
എന്തോ അത്ഭുതം ദർശിക്കുന്നത് പോലെ മിഴിച്ചു നിന്നു. നിമിഷങ്ങൾക്കകം വാസുവിൻ്റെ മുഖത്ത് അമ്പരപ്പ് ദൃശ്യമായി. അത് സാവധാനം വിനയത്തിൻ്റെ ഭാവത്തിൽ പരിണമിച്ചു. സാറ് ക്ഷമിക്കണം, പെട്ടെന്ന് എനിക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞ് കൂടെയുള്ളവരോട് തുറന്നു. ഈ സാറ് എൻ്റെ കാണപ്പെട്ട ദൈവമാണ്. ഇപ്പോൾ ഓർമ്മ വന്നില്ലായിരുന്നെങ്കിൽ അബദ്ധം പറ്റിപ്പോയനെ. വിഷ്ണു മറുപടിയൊന്നും പറയാതെ പുഞ്ചിരിച്ച് തന്നെ വാസുവിനെ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു വിധേയനെ പോലെ വിഷ്ണുവിൻ്റെ പിന്നാലെ വരുന്ന വാസുവിനെയും കൂട്ടരെയും കൗതുകത്തോടെ വേലു എതിരേറ്റു. എന്താ വേലു, ഇയാളെ കണ്ടിട്ടാണോ താൻ പേടിച്ചോടിയത്? വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട് ജാളിത മറയ്ക്കാനൊന്നും വേലു വാസുവിൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. വേലുച്ചേട്ടനെ പറയായിരുന്നില്ലേ ഈ സാറാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന്? വേലുവിന് വീണ്ടും അതിശയം. വാസുവിന് വന്ന മാറ്റം കണ്ട് എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ വിഷമിച്ചു. എന്താ ഇപ്പോൾ വാസുവിൻ്റെ പരിപാടി? വാസുവിനോടും കൂട്ടരോടുമായി വരാന്തയിലെ കസേരയിലിരുന്ന് വിഷ്ണു ചോദിച്ചു. ആശ്രിതനെ പോലെ വരാന്തയ്ക്ക് മുന്നിൽ കൈകെട്ടി നിന്നിരുന്ന വാസു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നതല്ലേ, ഇനി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം. പഴയ പോലെ അടിപിടിയൊക്കെ നിർത്തണം. വിഷ്ണുവിൻ്റെ വാക്കുകൾക്ക് വെറുതെ തലയാട്ടുക മാത്രമാണ് വാസു ചെയ്തത്. എന്തു മനസ്സിൽ കണ്ടാണ് വിഷ്ണു ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അയാൾക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു. വിഷ്ണുവിൻ്റെ മനസ്സിലും ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും അതെല്ലാം നിമിഷങ്ങൾക്കകം കഴുകിയെറിയാൻ രുദ്രയുടെ മനോദർശനം മാത്രം മതിയായിരുന്നു. വലതു കൈവിരലിലെ രത്നമോതിരത്തിൻ്റെ അപാരമായ ശക്തിവിശേഷം വിഷ്ണു അനുഭവിച്ചറിയുകയായിരുന്നു ഈ സംഭവത്തിലൂടെ. ഇന്നലെ വരെ താൻ കണ്ടിട്ടില്ലാത്ത വാസുവിൻ്റെ തൻ്റെ വരുതിയിൽ നിർത്താനും താൻ അവനെ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളിലൂടെ ഒരു വിധേയത്വം നൽകാനും കഴിഞ്ഞത് ഒരത്ഭുതം തന്നെയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. സാറേ, എന്നാൽ ഞാൻ പോയച്ചും വരാം, ഭവ്യതയോടെ വാസു പറഞ്ഞു. ചിന്തകളിൽ നിന്നുണർന്ന വിഷ്ണു പറഞ്ഞു. ശരി, അങ്ങനെയാകട്ടെ. ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നിർത്തി വാസുവിനെയും കൂട്ടാളികളെയും ശ്രദ്ധിച്ച് നോക്കിയിട്ട് തുറന്നു. ആവശ്യമുണ്ടെങ്കിൽ എന്നല്ല, ഇടയ്ക്കിവിടെ വരണം, എനിക്ക് ചില സഹായങ്ങൾ ആവശ്യമായി വരും. വിഷ്ണു അവസാനം പറഞ്ഞത് വാസുവിൽ അത്യധികം ആഹ്ലാദകരമായി തോന്നിയെന്ന് അയാളുടെ മുഖത്ത് കാണാമായിരുന്നു. ഞങ്ങളുടെ സ്ഥലം ഈ വേലുച്ചേട്ടനറിയാം, എപ്പോൾ വേണേലും ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി. വാസുവും കൂട്ടരും ഒരിക്കൽ കൂടി കൈകൂപ്പി തൊഴുതിട്ട് പടിക്കലേക്ക് നടന്നു. വേലു, താനും പോയിക്കോളൂ, നേരത്തെ പോകണമെന്ന് പറഞ്ഞതല്ലേ. വിഷ്ണു പോകാൻ പറഞ്ഞെങ്കിലും വാസുവും കൂട്ടരും പോകുന്നതിനൊപ്പം പുറത്തേക്കിറങ്ങാൻ മടിച്ചു നിന്നു. അത് മനസ്സിലാക്കിയെങ്കിലും വിഷ്ണു ഗൗനിച്ചില്ല. വേലു കുറച്ചു നേരം അവിടെ തത്തി നിന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി. സമയം സന്ധ്യയാവാൻ ഏതാണ്ട് ഒരു നാഴിക കൂടി കാണുമെന്ന് തോന്നുന്നു. ഇനി ആരും ശല്യപ്പെടുത്താൻ വരാൻ സാധ്യതയില്ല. നേരത്തെ നോക്കാനായിട്ടെടുത്ത രേഖകൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ചൊക്കെ ഒന്ന് നോക്കിയാൽ തനിക്ക് എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്ന ഒരു രൂപരേഖ കിട്ടും. വിഷ്ണു അകത്തേക്ക് നടന്നു. ബാഗിൽ നിന്നും ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വെച്ചിരുന്ന രേഖകളെടുത്ത് കട്ടിലിരുന്നു. ഒരു ഉൾപ്രേരണയാലുള്ള വണ്ണം ആദ്യം താളിയോലയുടെ കെട്ടാണ് എടുത്തത്. കുറേയേറെ ഓലകൾ ഒന്നായി അടുക്കി ഒരറ്റത്ത് ഒരു ദോരത്തിലൂടെ മുളയാണി പിടിപ്പിച്ച ഭദ്രമായി കുത്തിക്കെട്ടിയ തരത്തിലായിരുന്നു. ആണിയുടെ മേലറ്റത്ത് കസവ് നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ചരടിൻ്റെ അറ്റം ബന്ധിച്ചിരുന്നു. എന്നിട്ട് ആ ചരട് കൊണ്ട് തന്നെ ഓലക്കെട്ട് നന്നായി ചുറ്റിക്കെട്ടിയിരിക്കുന്ന തരത്തിലായിരുന്നു വെച്ചിരുന്നത്. ഓലക്കെട്ട് കയ്യിലെടുത്ത് ചരട് ചുറ്റിയിരുന്നത് അഴിച്ചു. കറുത്ത നിറത്തിലുള്ള കട്ടിയായ ഒരു ഓലയായിരുന്നു അത്. ആദ്യം അകത്തുള്ള ഓലകൾക്ക് സംരക്ഷണം നൽകാനായി തീർത്ത പുറംചട്ടയാണെന്ന് മനസ്സിലായി. കറുത്ത ഓല വശത്തേക്ക് തെന്നിച്ച് നീക്കി അകത്ത് മങ്ങിയ സ്വർണ്ണ നിറത്തിലുള്ള ഓലകളായിരുന്നു. അതിൽ സൂചി കൊണ്ട് കോറിയതുപോലെ അക്ഷരങ്ങളും പഴയ മലയാള ലിപിയാണ്. പക്ഷേ വായിക്കാൻ കഴിയുമെന്ന് തോന്നി. ആദ്യത്തെ ഓല മുതൽ വിഷ്ണുദത്തൻ്റെ മനസ്സിൽ വായിച്ചു തുടങ്ങി. ഓം നമ ശിവായ, ഓം നമോ നാരായണായ. കൊച്ചി രാജവംശത്തിലെ തമ്പുരാൻ രാജവർമ്മ തിരുമനസിന് മേൽപ്പടി സ്വരൂപം കാക്കും കുലദൈവമായ ശ്രീ പൂർണ്ണത്രയേശനും തിരുവഞ്ചിക്കുളത്തപ്പനും പരദേവതമാരായ പയ്യന്നൂർ ഭഗവതിക്കും ചാഴൂർ ഭഗവതിക്കും പ്രണാമം. കുലദൈവത്തെയും പരദേവതമാരെയും സാക്ഷി നിർത്തി ഇന്നേ ദിവസം കൊല്ലവർഷം 921 ആണ്ട് മീനമാസം 12 തീയതി താഴൂർ കോവിലകം താവഴിയിൽപ്പെട്ട ആലങ്ങാട്ട് മനയിലെ വാഴുന്നവരായ ശ്രീ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം തയ്യാറാക്കപ്പെട്ട മനയിലെ നിക്ഷിപ്ത സ്വത്ത് വിവരം. ഇത്രയും വായിച്ച ഉടനെ വിഷ്ണുവിൽ ഒരു വിറയിൽ രൂപാന്തരപ്പെട്ടു.
കയ്യിലിരിക്കുന്ന ഓലക്കെട്ട് ഭയങ്കരമായ ഭാരമുള്ളതുപോലെ അനുഭവപ്പെട്ടു. ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന രേഖകൾ ഇപ്പോൾ തൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു. ഇത് മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കും? തുറന്നു വച്ച പണപ്പെട്ടിയുമായി നാൽക്കവലയിൽ വന്നിരിക്കുന്ന പ്രതീതിയാണ് വിഷ്ണുവിന് അനുഭവപ്പെട്ടത്. തുടർന്ന് വായിക്കാൻ മനസ്സനുവദിച്ചില്ല. ഈ രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. തൻ്റെ ഉള്ളിൽ പോലും അത് സൂക്ഷിക്കുന്നത് ഉചിതമല്ലെന്ന തോന്നൽ. ഇത് വച്ച് തനിക്കിനി ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണ്. ഇതാരുടെയെങ്കിലും കയ്യിലകപ്പെട്ടാൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും. പെട്ടെന്ന് രുദ്രയുടെ പുഞ്ചിരിക്കുന്ന വശ്യമായ മുഖം മനസ്സിലേക്ക് ഓടിയെത്തി. എന്താ വിഷ്ണു, ഭയന്നുപോയോ? കുസൃതിയോടെ ചോദിക്കുന്നതായി തോന്നി. ശരിയാണ്, ഞാൻ ശരിക്കും ഭയക്കുന്നു. ഇതെങ്ങനെ സൂക്ഷിക്കും? ഇനിയും വിഷ്ണുവിൻ്റെ സംശയം മാറിയില്ലേ? ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ബോധ്യമായില്ലേ? രുദ്രയുടെ ശബ്ദത്തിൽ നിരാശാബോധമുള്ളതുപോലെ തോന്നി. എനിക്ക് വിശ്വാസമാണ്, പക്ഷേ ഇത് ഞാൻ എങ്ങനെ സൂക്ഷിക്കും? അക്കാര്യത്തിൽ വിഷ്ണുവിന് ശങ്കയൊന്നും വേണ്ട. രുദ്ര ദൃഢശബ്ദത്തിൽ തുടർന്നു. ഇത് വിഷ്ണുവിലല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയില്ല. അതിൻ്റേതായ ഒരു അവസരം വരുന്നതുവരെ എൻ്റെ സംരക്ഷണത്തിൽ തന്നെയായിരിക്കും. രുദ്രയുടെ രൂപം ഉള്ളിൽ നിന്നും മാഞ്ഞതോടൊപ്പം വിഷ്ണുവിൻ്റെ ആശങ്കയും ദൂരീകരിക്കപ്പെട്ടു. ശാന്തമായ ചിന്തകളോടെ വിഷ്ണുദത്തൻ കുറച്ചു സമയം താളിയോലകളും കയ്യിൽ വെച്ച് കട്ടിലിൽ തന്നെ ഇരുന്നു. തുടർന്ന് വായിക്കണോ വേണ്ടയോ എന്നായിരുന്നു അപ്പോൾ ആലോചിച്ചത്. ഏതായാലും ഇത്രയും വായിച്ചതല്ലേ, കുറച്ചു താളുകൾ കൂടി നോക്കാമെന്ന് കരുതി. ഈ സ്ഥിരം സ്വത്തുക്കൾ ആലങ്ങാട്ട് മനയുടെ മാത്രം അവകാശത്തിൽ വരുന്നതും അന്യാധീനപ്പെട്ടു പോകുന്നത് തടയുന്നതിനും ഇനം തിരിച്ച് 8ാം അനുബന്ധത്തിൽ കൊടുത്തിരിക്കുന്നതുമായ പൊരുളുകളും സ്വർണങ്ങളും രത്നങ്ങളും മേൽപ്പടി മനയുടെ പരദേവതമാരുടെ സംരക്ഷണത്തിൽ ഏലുക തിരിച്ച് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ കാവലിൽ വച്ചിരിക്കുന്നതും മേൽപ്പടി ഉരുപ്പടികൾ ശരിയായ അവകാശികളിൽ മാത്രം എത്തിച്ചേരുന്നതിനുമായി ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഓ, ഇതൊരു വല്ലാത്ത എഴുത്ത് തന്നെ. വിഷ്ണു ആത്മകഥം ചെയ്തു. പഴയ മലയാള ലിപികളിലായിരുന്നു എഴുത്തുകൾ. ശരിയായ രീതിയിൽ വായിച്ചെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതായി വിഷ്ണുവിന് തോന്നിയിരുന്നു. എങ്കിലും ഉള്ളടക്കം ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തുടർന്ന് അടുത്ത താളിയോലകളിലേക്ക് കണ്ണോടിച്ചു. അതിലെ ചില മന്ത്രങ്ങൾ പോലെയും ശ്ലോകങ്ങൾ പോലെയുമുള്ള വാക്കുകൾ കാണാമായിരുന്നു. ഈ താളിയോലകൾ കാണാൻ കഴിയുകയും വായിക്കാൻ പ്രാപ്തമാവുകയും ചെയ്യുന്ന ആൾക്ക് അതാരായിരുന്നാലും ഈ കാവൽ ദൈവങ്ങൾക്കും പരദേവതകൾക്കും പ്രിയപ്പെട്ടവരായിരിക്കും. വിഷ്ണു തൊല്ലം നമ്പരുന്നു. ഈ പറയുന്നതിനർത്ഥം താനിത് വായിക്കുകയും കാണുകയും ചെയ്യുന്നത് അവരുടെ അനുഗ്രഹം കൊണ്ടാണെന്നല്ലേ? കൂടുതൽ ഉത്സാഹത്തോടെ അടുത്ത താളുകൾ നോക്കി. അതിൽ കുറച്ച് മന്ത്രശ്ലോകങ്ങളായിരുന്നു എഴുതിയിരുന്നത്. കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ അത് മഹാമൃത്യുഞ്ജയ മന്ത്രമാണെന്ന് മനസ്സിലായി. ഈ സ്വത്തുക്കളെല്ലാം പരമശിവൻ്റെ 8 സഹായരൂപങ്ങളായ ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, ആത്മാവ് എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെട്ട് അഷ്ടരൂപങ്ങളെ കൊണ്ട് ദിഗ്ബന്ധനം നടത്തിയിരിക്കുന്നതുമാവുന്നു. ശാർവരൂപം കിഴക്കും, ഭാവരൂപം വടക്കും കിഴക്കും, രുദ്രരൂപം വടക്കും, ഉഗ്രരൂപം വടക്കു പടിഞ്ഞാറും, ഭീമരൂപം പടിഞ്ഞാറും, പശുപതി രൂപം തെക്കു പടിഞ്ഞാറും, ഈശാനരൂപം തെക്കു ഭാഗത്തേക്കും, മഹാദേവരൂപം തെക്കു കിഴക്കിനെയും കാവലാക്കി മധ്യഭാഗത്തിൽ പരമശിവനും ഇത്തരത്തിൽ സുരക്ഷണം നടത്തി സ്വത്തുക്കൾ സംരക്ഷിച്ചിരിക്കുന്നു. തീയ ശക്തികളാലോ ദിവ്യശക്തി പ്രഭാവം ഉൾക്കൊണ്ടോ ഇവകളെല്ലാം അവകാശ സാന്നിധ്യമില്ലാതെ കൊണ്ടുതന്നെ കൈക്കലാക്കാനായി പ്രയോഗത്തിലേർപ്പെട്ടാൽ സ്വത്തുക്കളെല്ലാം അക്ഷണം വൈശ്രണ്യവ്യ പാദങ്ങളിലേക്ക് പിൻവാങ്ങുന്നതും പിന്നീട് ലഭ്യമാവുന്നതുമല്ല. ഇതൊരു വല്ലാത്ത സംഭവം തന്നെ, വിഷ്ണു മനോഗതം പറഞ്ഞു. ഇത്രയും വായിച്ചെടുക്കാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടി. എഴുതിയിരിക്കുന്ന രീതികളെയും വാചകങ്ങളെയും തനിക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് ഗ്രഹിച്ചെടുക്കാൻ ഏറെ ശ്രമപ്പെട്ടു. ഇനിയും അനേകം ഏടുകൾ ഈ ഓലയിൽ ബാക്കിയുണ്ട്. അതൊക്കെ വായിച്ചെടുക്കാൻ വളരെ സമയം വേണ്ടി വരും. ഇനി അത് നാളെ തുടരുന്നതായിരിക്കും നല്ലത്. എല്ലാം യഥാക്രമം മടുക്കി പട്ടുതുണിയിൽ പൊതിഞ്ഞ് ബാഗിൽ വെച്ച് പൂട്ടി പുറത്തേക്കിറങ്ങി. 2ാം യാമത്തിൻ്റെ അവസാനം രുദ്ര വരുമെന്നറിയാം. അതിനു മുമ്പായി കുളിയും ഭക്ഷണമൊക്കെ കഴിച്ച് തയ്യാറായി ഇരിക്കണം. എന്നും ഈ സമയമാവുമ്പോൾ മനസ്സിനൊരു ഉന്മേഷവും സന്തോഷവും തോന്നും എന്ന് വിഷ്ണുവിന് മനസ്സിലായി. അത്രയ്ക്ക് രുദ്രയുടെ സാന്നിധ്യം താൻ ആഗ്രഹിക്കുന്നു, ഒരു വിധേയത്വം പോലെ. 2ാം യാമം കഴിഞ്ഞ് സമയം നിഷയുടെ കാഠിന്യത്തിലൂടെ മനസ്സിലാക്കിയതല്ലാതെ പതിവ് പോലെ യാമിനിയുടെ ശൽഖങ്ങൾ ഉതിർന്നതോ അവയുടെ മർമ്മരങ്ങൾക്ക് താളം പിടിക്കുന്ന ചീവീടുകളോ അവരുടെ ചിലമ്പുകളോ
രാക്കോഴികളോട് വിളിച്ചറിയിക്കലോ ഉണ്ടായില്ല. ഉറക്കം കൺപോളകളെ തഴുകിയിട്ടും അവഗണിക്കാതെ വിഷ്ണു ഇരുട്ടിലേക്ക് തന്നെ നോക്കിക്കിടന്നു. പതിവില്ലാതെ മൂകത അവിടെ ആകമാനം അനുഭവപ്പെട്ടു. ഇലകളുടെ കിറുകിറ ശബ്ദങ്ങളോ കേൾക്കാൻ കഴിഞ്ഞില്ല. ഒരു ശ്മശാന മൂകതയായാണ് വിഷ്ണുവിന് തോന്നിയത്. ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ സർവ്വധൈര്യവും ചോർത്തിക്കളഞ്ഞ് ഭയത്തിൻ്റെ കറുത്ത കരങ്ങളിൽ അമരാൻ ഈ അവസ്ഥ ധാരാളമായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു വൈകാരിക ഭാവവും വിഷ്ണുവിൽ ഉണ്ടായില്ല. ഈ അന്തരീക്ഷാവസ്ഥയുടെ പരിണാമം എന്താണെന്നറിയാനുള്ള തരയായിരുന്നു വിഷ്ണുവിന് ആ സമയം. ഏതാനും മാത്രകൾ കഴിഞ്ഞു. വിഷ്ണു ഇരുളിലേക്ക് തന്നെ ഉറ്റുനോക്കി കിടന്നു. എവിടെ നിന്നാണെന്നറിയാതെ ഒരു പ്രകാശവലയം അവിടെ പ്രത്യക്ഷമാവുവാൻ തുടങ്ങി. അത് വിഷ്ണുവിൻ്റെ കട്ടിലിനരികിലെത്തി. ക്ഷണം പ്രതി അത് വളരുവാൻ തുടങ്ങി. ഒരു സ്വർണവർണ്ണമായിരുന്നു ആ തേജസ്സിന്. അധികം വൈകാതെ ആ വെളിച്ചം മുറിയിലാകമാനം നിറഞ്ഞു. അതിൽ ചെറിയ ചെറിയ മുത്തുകണങ്ങൾ പാറി നടന്നിരുന്നു. എല്ലാം ഒരു കൗതുകമായാണ് വിഷ്ണു കണ്ടത്. കൂടുതൽ ആകാംക്ഷയിലേക്ക് തള്ളിവിടാതെ ആ സ്വർണ്ണ വെളിച്ചത്തിന് നടുവിൽ അതിലേറെ പ്രഭയോടെ സർവാഭരണ വിഭൂഷിതയായ ഒരു സ്ത്രീരൂപം തെളിഞ്ഞു. രത്നാഭരണങ്ങൾ കയ്യിലും കഴുത്തിലും മുടിയിൽ നവരത്ന മകുടം ധരിച്ചതുപോലെയുള്ള അലങ്കാരം, ചുവന്ന തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ. ആ തരുണീമണിയുടെ കരിമിഴികൾ വിഷ്ണുവിനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ നേത്രശരങ്ങൾ വിഷ്ണുവിൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞിറങ്ങിയതോടെ അയാളിൽ ചെറിയൊരു പിടച്ചിൽ രൂപം കൊണ്ടു. ഇതാരായിരിക്കും? മനസ്സിൽ ഉരുത്തിരിഞ്ഞ സംശയങ്ങൾക്കൊപ്പം ഭയത്തിൻ്റെയോ നിരാലംബതയുടെയോ ലാഞ്ചനകൾ കൂടി ഉരുവായതുപോലെ വിഷ്ണുവിന് തോന്നി. അവരുടെ വലതുകരത്തിൽ പെടുന്നനെ ഒരു ത്രിശൂലം പ്രത്യക്ഷമായി. അത് വിഷ്ണുവിന് നേരെ ഉയരുന്നത് കണ്ടതോടെ അയാൾ അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന ധൈര്യം ചോരുന്നതായി അറിഞ്ഞു. ആ സ്ത്രീരൂപത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നത് കണ്ടതുപോലെ തോന്നിയെങ്കിലും തൻ്റെ നെറ്റിയുടെ നേരെ നീണ്ടുവരുന്ന ചൂലത്തിലെ അഗ്രത്തിൻ്റെ ദർശനം കണ്ണുകളെ ഇറുക്കിയടയ്ക്കാൻ പ്രേരിപ്പിച്ചു. നയനപടലങ്ങൾക്കൊപ്പം പ്രജ്ഞയുടെ വാതിലുകളും അടഞ്ഞു തുടങ്ങുമ്പോൾ ത്രിശൂലത്തിൻ്റെ അഗ്രം തൻ്റെ നെറ്റിയിൽ തൊടുന്നത് വിഷ്ണു ഉൾക്കണ്ണിൽ കണ്ടു. ആ രൂപം രുദ്രയുടേതാണെന്ന് ഞെട്ടലോടെ അറിഞ്ഞു. പെട്ടെന്ന് മനസ്സ് ശൂന്യമായി. പിന്നെ അനന്തവിഹായസിലൂടെ സഞ്ചരിക്കുന്നതായാണ് അറിഞ്ഞത്. കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾക്കും മേഘപാളികൾക്കുമിടയിലൂടെ ആ പ്രയാണം തുറന്നു. മഞ്ഞുമലകളുടെ പ്രാന്തങ്ങളിലൂടെ കടന്ന് മറ്റൊരു കൊടുമുടിയിലെത്തി. ഹിമപാളികളാൽ നിർമ്മിതമായ രമ്യഹർമ്മത്തിനുള്ളിൽ കടന്നു. അനേകായിരം നക്ഷത്ര സമുച്ചയം ആ കൊട്ടാരത്തിൻ്റെ അകത്തും പുറത്തുമായി കണ്ടു. മാളികയ്ക്കകത്ത് വിശാലമായ തളത്തിൻ്റെ നടുഭാഗത്ത് മനോഹരമായി അലങ്കരിച്ച സുവർണ പടിക്കെട്ടുകൾ. അത് ചെന്ന് ചേരുന്നിടത്ത് ഹിമപാളികൾക്ക് നടുവിൽ രത്നമഞ്ചത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ജഡധാരിയായ ശ്രീ പരമേശ്വരൻ. പടിക്കെട്ടിനിരുവശത്തും താഴെയുമായി ശിവസ്തുതി ഗീതം ആലപിച്ച് ഭൂതഗണങ്ങൾ. അവിടെ നിറഞ്ഞു നിന്ന ദിവ്യ തരംഗങ്ങൾ മേലാസകലം പൊതിഞ്ഞതോടെ അറിയാതെ തന്നെ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് മനസ്സു മന്ത്രിച്ചു. ഓം നമ ശിവായ. വിഷ്ണു, ഇനി എൻ്റെ കൂടെ വരൂ. രുദ്രയുടെ വാക്കുകൾ തന്നെ മുന്നോട്ട് നയിച്ചു. തളത്തിന് മറ്റൊരു വശത്ത് കണ്ട വാതായനത്തിലൂടെ പുറത്തേക്ക് കടന്ന് മറ്റൊരു ഹിമകൂടാരത്തിന് മുന്നിലെത്തി. അവിടവും വിവിധ രത്നങ്ങളാൽ അലങ്കൃതമായിരുന്നു. രുദ്രയോടൊപ്പം മഞ്ഞു കൊട്ടാരത്തിൻ്റെ വാതിൽ കടന്ന് അകത്തേക്ക് കയറിയ നിമിഷം മനസ്സിൽ കുളിർമഴ പെയ്യിച്ച ആ ദൃശ്യം മുന്നിൽ. സർവാഭരണഭൂഷിതയായ സ്വർണ്ണ സിംഹാസനത്തിൽ ശ്രീ പാർവതീ ദേവി. സിംഹാസനത്തിന് ചുറ്റുമായി ദേവാംഗനമാർ ദേവിക്ക് പാദസേവ ചെയ്യുന്നു. തൊഴുകൈയോടെ മുന്നിൽ നിന്നു. രുദ്ര പടിക്കെട്ടുകൾ കയറി ദേവിയുടെ മുന്നിൽ കൂപ്പുകൈയോടെ നിന്നു. ദേവി വലതുകരം ഉയർത്തി തന്നെ അനുഗ്രഹിച്ചു. എന്തോ പറയുന്നത് പോലെ തോന്നിയെങ്കിലും ഒന്നും മനസ്സിലായില്ല. സുസ്മേരവധനങ്ങളിലൂടെ ചലനം മാത്രം കണ്ടു. നിമിഷങ്ങൾക്കകം തന്നെ വീണ്ടും വായുവിൻ്റെ തേരിലേറി എങ്ങോ മറഞ്ഞു. ഉണർന്നപ്പോൾ നേരം നന്നായി വെളുത്തിരുന്നു. അപ്പോഴും മനസ്സിൽ തലേ രാത്രിയിലെ സംഭവങ്ങൾ മാത്രം. ദൃശ്യങ്ങളിൽ മനസ്സിൽ തെളിഞ്ഞു നിന്നതിനാൽ അതൊരു സ്വപ്നമായിരുന്നു എന്ന് കരുതാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചതായാണ് തോന്നിയത്. ശ്രീ പാർവതി പരമേശ്വരന്മാരെ നേരിൽ കണ്ടിരിക്കുന്നു, അനുഗ്രഹം നേടിയിരിക്കുന്നു. അധ്യായം 13. പകൽ സമയം പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. ആ ദിവ്യാനുഭവം ഹൃദയഭിത്തികളിൽ കൊത്തിവെച്ചതുപോലെ പതിഞ്ഞു കിടക്കുകയായിരുന്നു. ഓരോ നിമിഷവും ആ പ്രഭാപൂരം തനിക്ക് ചുറ്റും നിറഞ്ഞിരിക്കുന്നത് പോലെ ഒരു തോന്നൽ. വേലു വന്നതും ജോലിയൊക്കെ ചെയ്തതുമെല്ലാം യാന്ത്രികമെന്നോളം നോക്കിക്കണ്ടു. ആരോടും വെളിപ്പെടുത്താൻ കഴിയാത്ത ദൈവീക അനുഭവം. വൈകുന്നേരം വേലു യാത്ര പറഞ്ഞു പോകുമ്പോൾ ഏറെ ആശ്വാസമാണ് തോന്നിയത്. തനിച്ചിരിക്കാനാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്.
രാത്രിയുടെ 3-ാം യാമത്തിനായി കൊതിയോടെ കാത്തിരുന്നു. തൻ്റെ ഉള്ളത്തിലെ ചഞ്ചലതയ്ക്ക് വിരാമമിട്ട് രുദ്രയെത്തി. കട്ടിൽ തലയ്ക്കൽ തന്നോട് ചേർന്നിരുന്ന് രുദ്ര പറഞ്ഞു, വിഷ്ണുവിന് ഇന്നലെ രാത്രിയിലുണ്ടായത് കനവല്ല, യാഥാർത്ഥ്യമാണ്. ശ്രീ പാർവതിയുടെ നിർദ്ദേശമായിരുന്നു ഇത്. ഇതിലൂടെ വിഷ്ണുവിന് എൻ്റെ ദേവരൂപവും കാണാൻ കഴിഞ്ഞല്ലോ. അതെ, ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു, വിഷ്ണു സ്വയം എന്നോണം പറഞ്ഞു. എന്തിനായിരുന്നു ആ നിയോഗം? ഇന്നലെ വിഷ്ണു ദർശിച്ചത് ശിവലോകത്തെ ദേവാംശമായിരുന്നു. സജ്ജനങ്ങൾക്ക് മാത്രം പ്രാപ്തമായതാണത്. ഇനി ശിവതാര ഭാഗമുണ്ട്, അത് ദുഷ്ടജനങ്ങൾക്ക് മാത്രം ദൃശ്യമാവുന്നതാണ്. അതിഭയങ്കരമായ പ്രഭാവമായിരിക്കും. വിഷ്ണുവിൻ്റെ മൗനം ദർശിച്ച് രുദ്ര തുടർന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതായില്ല. വിഷ്ണുവിന് ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു. എല്ലാ സംരംഭങ്ങളും അത് തുണയായിരിക്കും. ഇനി ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. വിഷ്ണുവിനെ ഞാൻ ഏൽപ്പിച്ച രേഖകളെല്ലാം വായിച്ച് ഗ്രഹിച്ചിരിക്കുമല്ലോ. അതിൽ താളിയോലകൾ ഒഴികെയുള്ള ആധാരങ്ങളുടെ ഒരു പകർപ്പ് തയ്യാറാക്കണം. അത് കഴിഞ്ഞാൽ ഈ രേഖകളെല്ലാം അപ്രത്യക്ഷമാകും. പിന്നീട് അതെല്ലാം എവിടുന്ന് ലഭ്യമായി വരുന്നുവെന്നത് യഥാസമയം വിഷ്ണുവിനറിയും. നാളെ പുലർന്നു കഴിഞ്ഞ് വിഷ്ണു പട്ടണത്തിലേക്ക് പോകണം. ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. വിഷ്ണുദത്തൻ എല്ലാം കേട്ടു. അതിനനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചു. കുറച്ചു സമയം കൂടി രുദ്ര വിഷ്ണുവിനടുത്തിരുന്നിട്ട് യാത്രയായി. നേരം പുലർന്നയുടനെ തന്നെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾ നടത്തി വേലു വന്നയുടനെ രേഖകൾ ഭദ്രമായി പൊതിഞ്ഞെടുത്ത് പുറത്തേക്ക് പോയി. വേലുവിനോട് വില്ലേജ് ഓഫീസിൽ പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. അതയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. കവലയിലെത്തിയ ഉടനെ തന്നെ പട്ടണത്തിലേക്കുള്ള ബസ് കിട്ടി. ബസ്സിൽ പലരെയും വിഷ്ണുവിന് പരിചയമുണ്ടായിരുന്നു. ഈ കുറഞ്ഞ മാസങ്ങൾക്കിടയിൽ ഇത്രയും പരിചയമുണ്ടാവാൻ കാരണം താൻ പലപ്പോഴും വായനശാലയിൽ പോയിരുന്നതായാണ് അയാൾക്ക് മനസ്സിലായി. ചിലർ കുശലം ചോദിക്കുകയും ചെയ്തു. പട്ടണത്തിലെത്തിയ ഉടനെ അടുത്ത് കണ്ട കോപ്പികൾ എടുക്കുന്ന കടയിൽ രേഖകളുടെ 2 വീതം പകർപ്പെടുത്തു. എല്ലാം ഭദ്രമായി ബാഗിൽ വെച്ച് പുറത്തിറങ്ങി ഒരു ചായക്കടയിലേക്ക് കയറി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു തോന്നലും ഉള്ളിലെടുത്തില്ല. മുന്നിൽ കൊണ്ടുവന്നെടുത്ത ചായ സാവധാനം കുടിച്ചു. വിഷ്ണുദത്തൻ നമ്പൂതിരിയല്ലേ? അടുത്തു വന്ന് മാന്യമായ വേഷധാരിയായ ഒരാൾ ചോദിച്ചു. പെട്ടെന്നുണ്ടായ പരിഭ്രമം മറച്ചുപിടിച്ച് മറുപടി പറഞ്ഞു, അതെ, ഞാൻ സ്വാമി നാരായണൻ. വന്നയാൾ പേര് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് ഒരു കസേര നീക്കിയിട്ട് അതിലിരുന്നു. വിഷ്ണുവിൻ്റെ അപരിചിതത്വം കണ്ടിട്ടാവണം അദ്ദേഹം വീണ്ടും ചോദിച്ചു, താങ്കൾ സൂര്യങ്കാവില്ലത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകൻ വിഷ്ണുദത്തനല്ലേ? ഈ പ്രാവശ്യം വിഷ്ണുവിനെ മനസ്സിലായി. ഇദ്ദേഹം തന്നെ തന്നെയാണ് അന്വേഷിക്കുന്നതെന്ന്. പെടുന്നതിൻ്റെ മനോമുഖരത്തിൽ രുദ്രയുടെ മുഖം തെളിഞ്ഞു. ആ കണ്ണുകൾ ശരി തന്നെ എന്ന് പറയുന്നത് പോലെ. അതെ, ഞാൻ തന്നെയാണ് വിഷ്ണുദത്തൻ. ഞാൻ അന്വേഷിച്ചത് താങ്കളെ തന്നെയാണോ? അതെ, സംശയിക്കണ്ട. ഇന്നലെ ക്ഷേത്രത്തിലെ കൃഷ്ണനാനന്ദൻ പോറ്റി എന്നെ കണ്ട് താങ്കൾ വരുന്ന വിവരവും ആവശ്യവും പറഞ്ഞിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് പുറത്തേക്കിറങ്ങാം. തൻ്റെ ഗ്രാമത്തിലെ ശ്രീകണ്ഠേശ്വരൻ ശിവക്ഷേത്രത്തിലെ പോറ്റി ഞാൻ വരുന്ന കാര്യവും ആഗമനോദ്ദേശവും ഇദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു. ഇദ്ദേഹം വളരെ കൃത്യമായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശ്രീ പരമേശ്വര, നിന്റെ ലീലകൾ അപാരം തന്നെ എന്ന് മനസ്സിൽ പറഞ്ഞ് അഞ്ജലി അർപ്പിക്കാനാണ് വിഷ്ണുവിന് തോന്നിയത്. ആ നിമിഷം തന്നെ രുദ്രയുടെ മുഞ്ചിരിക്കുന്ന മുഖവും കണ്ടു. എന്നെ നേരത്തെ കണ്ടിട്ടുണ്ടോ? കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണു ചോദിച്ചു. എനിക്കറിയാം, കുറേ കാലം മുമ്പ് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വലിയ മാറ്റം വന്നു. എങ്കിലും ആളെ തിരിച്ചറിയാം. ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രത്തിൽ വരാറുണ്ടോ? ഉണ്ടോന്നോ? ഇത്രയും ശക്തമായ ശിവപ്രതിഷ്ഠ അധിക സ്ഥലത്തൊന്നുമില്ല. അതുകൊണ്ട് പലപ്പോഴും വരാറുണ്ട്. കഴിഞ്ഞ ദിവസം പോയിരുന്നു. അച്ഛനെ അറിയാമോ? വീണ്ടും വിഷ്ണുവിന് ശങ്ക. കാരണം അച്ഛനെ അറിയുമെങ്കിൽ ഈ കാര്യങ്ങൾ തൽക്കാലം മറച്ചു വയ്ക്കാൻ പറയണം. ഇല്ല, തിരുമേനിയെ പരിചയപ്പെട്ടിട്ടില്ല. സാരമില്ല, ഇനി ഒരു ദിവസം വരുമ്പോൾ അറിയിച്ചാൽ മതി. ഇരുവരും കടയുടെ മുന്നിൽ ഒരു വശത്തായി നിർത്തിയിട്ടിരിക്കുന്ന കാറിനടുത്തെത്തി. വിഷ്ണു കയറിക്കോളൂ. ആദ്യം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് കാര്യമൊക്കെ വിശുദ്ധമായി സംസാരിക്കാം. ഇതുവരെ എല്ലാ സങ്കല്പങ്ങൾക്കും അതീതമായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇതും എന്ന് മനസ്സിൽ കരുതി കാറിലേക്ക് കയറി. സ്വാമി തന്നെയാണ് കാർ ഓടിച്ചത്. വിഷ്ണു മുൻവശത്ത് തന്നെ അദ്ദേഹത്തിന് അടുത്തിരുന്നു. എന്തോ ഒരു കേസ് വിഷയമാണെന്ന് പോറ്റി പറഞ്ഞത്. വീട്ടിലെത്താൻ ഒരു അരമണിക്കൂർ സമയമെടുക്കും. എന്താണെന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞോളൂ. വിഷ്ണു പറയാൻ തുടങ്ങി. പക്ഷെ പറയുന്നത് താനല്ല എന്ന് പലപ്പോഴും തോന്നി. തൻ്റെ ഉള്ളിലിരുന്ന് രുദ്രയാണ് അത് നിർവഹിക്കുന്നതെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. വിഷ്ണു പറഞ്ഞു, ഞങ്ങളുടെ ഒരു അന്ന ബന്ധത്തിൽപ്പെട്ട
ഉദയന്നൂർ കോവിലകം. ഇപ്പോൾ അവിടെ പുറം സഹായത്തിന് ആരും തന്നെ ഇല്ലാത്തതിന് ഞാനാണ് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ പോകാറുള്ളത്. വളരെ പ്രശസ്തിയും പാരമ്പര്യമൊക്കെ ഉള്ളൊരു കോവിലകമായിരുന്നു. ഇപ്പോൾ അല്പം ക്ഷയിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ആ കുടുംബവകയായി ഒരു മനയുണ്ടെന്നും അത് ആരും ഇല്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞത്. ഉദയന്നൂർ കോവിലകത്തിൻ്റെ നിലവറയിൽ നിന്നും അതിൻ്റെ രേഖകൾ കിട്ടി. താങ്കൾ കേട്ടിരിക്കും ആലങ്ങാട്ട് മനയെപ്പറ്റി. കേട്ടിട്ടുണ്ട്. അതിൻ്റെ അവകാശത്തിനായി ഇപ്പോൾ വ്യവഹാരം നടക്കുന്നതായി അറിഞ്ഞിട്ടുണ്ട്. സ്വാമി ഒന്ന് നിർത്തിയിട്ട് സംശയ നിവാരണത്തിനായി ചോദിച്ചു. വിഷ്ണു ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ മനയുടെ അവകാശത്തെക്കുറിച്ചാണോ? അതെ, ഇതിൻ്റെ യഥാർത്ഥ അവകാശം ഉദയന്നൂർ കോവിലകത്തിനാണ്. ഒരു ദീർഘനിശ്വാസം മുതിർത്ത് സ്വാമി പറഞ്ഞു. ഇപ്പോഴെങ്കിലും അത് അവരറിഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഇത് അർഹരല്ലാത്തവരുടെ കയ്യിലെത്തിയനെ. അർഹരല്ലാത്തവരെന്ന് പറഞ്ഞാൽ ഈ മന കൈക്കലാക്കാൻ ഇവിടുത്തെ ഒരു മാഫിയ സംഘം തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിനായി ഒരു കോടതി വ്യവഹാരവും നിലവിലുണ്ട്. സ്വാമി സാർ ഇതെല്ലാം അറിഞ്ഞു വച്ചിരിക്കുകയാണല്ലോ. അതിരിക്കട്ടെ, സാറെന്ത് ചെയ്തു എന്ന് പറഞ്ഞില്ലല്ലോ. ഞാനൊരു സർക്കാർ കോൺട്രാക്ടറാണ്. പൊതുമരാമത്ത് വകുപ്പിൽ പ്രൊജക്റ്റുകളാണ് ചെയ്യുന്നത്. വളഞ്ഞ വഴികൾ എനിക്ക് സ്വീകാര്യമല്ലാത്തതിനാൽ ഞാൻ പലരുടെയും കണ്ണിലെ കരടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് നമ്മുടെ നോവൽ എൻട്രി ചെയ്തിരിക്കുന്നത്. ഈ മന എവിടേക്കാണ് എത്തുക, ഇതിൻ്റെ ഉള്ളിലെ നിധികൾ എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ അതിനൊക്കെയുള്ള ഉത്തരങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ടാവും. തുറന്നും കേൾക്കാൻ മറക്കരുത്. നമ്മുടെ കഥ അപ്പോൾ ഇവിടെ തുടരട്ടെ. നാളെ വീണ്ടും ഇതിൻ്റെ തുടർച്ചയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ശുഭദിനം.